ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അലീന പെയിൻ ആൻഡ് ഫീവർ പറ. ഓക്കെ, then histamine and bradykinin. Okay, good. Sona, regulation of gastric secretion പറ. Okay. Adulya, influence on immune system. Constrict ചെയ്യാൻ. Okay, good. Celia, influence on renal function. Okay. Rusana, effects on metabolism. Okay, good. Nishana, platelet aggregation and thrombosis പറ. ഓക്കെ, ഗുഡ്. ഓക്കെ, എത്രയാണ് ഇന്നലെ പഠിച്ചത്? പ്രോസ്റ്റഗ്ലാൻഡിൻസ് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക് ആന്റി ആൻജൈനൽ ഡ്രഗ്സ്. അടുത്ത ഹെഡിങ് ആന്റി ആൻജൈനൽ ഡ്രഗ്സ്. ഓക്കെ, എന്താന്ന് നോക്കാം. ആന്റി ആൻജൈനൽ ഡ്രഗ്സ് ആർ മെഡിക്കേഷൻസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ആൻജൈന പെക്ടോറിസ്. ഓക്കെ, ആന്റി ആൻജൈനൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞ മെഡിക്കേഷൻ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ആൻജൈന പെക്ടോറിസ് എന്ന് പറഞ്ഞ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നോട് പറയാൻ ഡെഫിനിഷൻ: ആന്റി ആൻജൈനൽ ഡ്രഗ്സ് ആർ മെഡിക്കേഷൻസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ആൻജൈന പെക്ടോറിസ്. അതായത് ആന്റി ആൻജൈനൽ ഡ്രഗ്സ് എന്ന് മെഡിക്കേഷൻസ് ആണ് ആൻജൈന പെക്ടോറിസ് എന്ന് പറഞ്ഞ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ആൻജൈന പെക്ടോറിസ് എന്താണെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സബ് ഹെഡിങ് കൊടുക്കുക, ആൻജൈന പെക്ടോറിസ്. ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഓക്കെ, ഇനി സബ് ഹെഡിങ് കൊടുക്കുക, ആൻജൈന പെക്ടോറിസ് എന്ന കണ്ടീഷനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ആൻജൈന പെക്ടോറിസ്.
ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. Angina pectoris is characterized by sudden, severe, pressing chest pain or heaviness radiating to the neck, jaw, back and arms. നിങ്ങളുടെ പറയാം, angina pectoris is characterized by sudden, severe, pressing chest pain or heaviness radiating to the neck, jaw, back and arms. Okay, angina pectoris എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ സീവിയർ പ്രസിംഗ് ചെസ്റ്റ് പെയിൻ ആണ് അതിന്റെ ഒരു ലക്ഷണമായിട്ട് വരുന്നത്. അതായത് എന്താ പറയാ, വളരെ തീവ്രതയുള്ള രീതിയിലുള്ള പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ചെസ്റ്റ് പെയിൻ മീൻസ് നെഞ്ചുവേദന അനുഭവപ്പെടും. അത് എങ്ങോട്ടെല്ലാം ആ പെയിൻ എങ്ങോട്ടെല്ലാം റേഡിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വിഷമം എങ്ങോട്ടെല്ലാം റേഡിയേറ്റ്, ഹെവിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത്, ഹെവിനെസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമം എന്നൊക്കെ അർത്ഥം. ആ ഒരു ബുദ്ധിമുട്ട് എങ്ങോട്ടെല്ലാം മൂവ് ചെയ്യുന്നതാണ്, റേഡിയേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അതായത് ചെസ്റ്റ് പെയിൻ ആദ്യം വരുന്നത് ചെസ്റ്റ് പെയിൻ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ചെസ്റ്റ് പെയിൻ ആണ് ഉണ്ടാകുക, അതിനുശേഷം അത് റേഡിയേറ്റ് ചെയ്യും. എങ്ങോട്ടെല്ലാം റേഡിയേറ്റ് ചെയ്യുന്ന നെക്കിലോട്ട് അനുഭവപ്പെടും, അതുപോലെ തന്നെ ജോയിലോട്ട് അനുഭവപ്പെടും, ദെൻ ബാക്ക് പോർഷനിലോട്ട് റേഡിയേറ്റ് ചെയ്യും, ദെൻ ആംസ് മീൻസ് കൈത്തണ്ടയിലോട്ടൊക്കെ റേഡിയേറ്റ് ചെയ്യും. ഇതാണ് ആൻജൈന പെക്ടോറിസ്. ഓക്കെ, ആൻജൈന പെക്ടോറിസിന്റെ ലക്ഷണം. അതായത് ആൻജൈന പെക്ടോറിസ് എന്താണ് പറഞ്ഞത്, സഡൻ സീവിയർ പ്രസിംഗ് ചെസ്റ്റ് പെയിൻ ആണ്. മീൻസ് ഇതൊരു കാർഡിയാക് ഡിസോർഡർ ആണ്. ഓക്കെ, ആൻജൈന പെക്ടോറിസ് എന്ന കാർഡിയാക് ഡിസോർഡർ ആണ്. സഡൻ സീവിയർ പ്രസിംഗ് ചെസ്റ്റ് പെയിൻ ആണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഓക്കെ, അതായത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന വളരെ തീവ്രതയുള്ള നെഞ്ചുവേദന. ആ ഒരു പെയിൻ എങ്ങോട്ടെല്ലാം റേഡിയേറ്റ് അല്ലെങ്കിൽ ആ ഒരു വേദന എങ്ങോട്ടെല്ലാം ബുദ്ധിമുട്ട് എങ്ങോട്ടെല്ലാം മൂവ് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നെക്കിന് അനുഭവപ്പെടാം, അതുപോലെ തന്നെ ജോയിലോട്ട് അനുഭവപ്പെടും, ദെൻ ബാക്ക് ആൻഡ് ആംസ്. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? Is it clear? Okay. Then second point, it is often associated with diaphoresis, tachypnea and nausea. നിങ്ങൾ പറയാം, it is often associated with diaphoresis, tachypnea and nausea. ഈ ഡയാഫോറസിസും tachypnea ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഓക്കെ, ഇത് അതായത് ചെസ്റ്റ് പെയിൻ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു, പെയിൻ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അതുകൂടാതെ തന്നെ ഇതായിട്ട് അസോസിയേറ്റ് ആയിട്ട് വരുന്നത് ഡയാഫോറസിസ്. ഡയാഫോറസിസ് എന്ന് പറഞ്ഞാൽ സ്വെറ്റിംഗ് ആണ്. ഓക്കെ, ഇൻക്രീസ്ഡ് സ്വെറ്റിംഗ്. ഓക്കെ, ഡയാഫോറസിസ് എന്ന് പറഞ്ഞാൽ സ്വെറ്റിംഗ് ആണ്. ഓക്കെ, ദെൻ ടക്കീപ്നിയ. ടക്കീപ്നിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്നോർമലി റാപ്പിഡ് ബ്രീത്തിങ്. അബ്നോർമലി റാപ്പിഡ് ബ്രീത്തിങ്ങിനെയാണ് ടക്കീപ്നിയ എന്ന് പറയുന്നത്. ടക്കീപ്നിയ, അബ്നോർമലി റാപ്പിഡ് ബ്രീത്തിങ്. ഡയാഫോറസിസ് എന്ന് പറഞ്ഞാൽ സ്വെറ്റിംഗ് ആണ്, സ്വെറ്റിംഗ് ഉണ്ടാകും. ദെൻ ടക്കീപ്നിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ഉണ്ടാകും. അബ്നോർമലി റാപ്പിഡ് ബ്രീത്തിങ്, അതായത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു റാപ്പിഡ് ബ്രീത്തിങ് ഉണ്ടാകും. ആൻഡ് നോസിയ, അതുകൂടാതെ തന്നെ നോസിയും ഉണ്ടാകും. അതായത് പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് പെയിൻ ആണ്. പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നത് നെക്കിലും ജോയിലും ബാക്കിലും അതിന്റെ ആംസിലൊക്കെയാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റിൽ അതുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് വരുന്ന ലക്ഷണങ്ങൾ ഡയാഫോറസിസ്, ടക്കീപ്നിയ ആൻഡ് നോസിയ. ഓക്കെ, ഡയാഫോറസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വെറ്റിംഗ് ആണ്. ദെൻ ടക്കീപ്നിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്നോർമലി റാപ്പിഡ് ബ്രീത്തിങ് ആണ്. ദെൻ നൊസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അറിയാം നിങ്ങൾക്ക്. ഡയാഫോറസിസ് ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. Okay, third point, angina is caused by coronary flow that is insufficient to meet oxygen demands of the myocardium. Okay, അതായത് ഈ ആൻജൈനയ്ക്ക് കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ ആൻജൈനയുടെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണറി ഫ്ലോ അതായത് കൊറോണറി ആർട്ടറീസിലൊക്കെ ഉള്ള ആ ഒരു രക്തത്തിന്റെ ഒഴുക്കിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനം കാരണമാണ്. പ്രധാനമായിട്ടും കൊറോണറി ഫ്ലോ ദാറ്റ് ഈസ് ഇൻസഫിഷ്യന്റ് ടു മീറ്റ് ഓക്സിജൻ ഡിമാൻഡ്സ് ഓഫ് ദ മയോകാർഡിയം. അതായത് കൊറോണറി ഫ്ലോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, അതായത് മയോകാർഡിയത്തിൽ നിന്നുള്ള ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ കൊറോണറി ഫ്ലോയ്ക്ക് ഒരു വേരിയേഷൻ വരും. അതാണ് ഈ ആൻജൈനയ്ക്കുള്ള റീസൺ അല്ലെങ്കിൽ ആൻജൈനയ്ക്കുള്ള കാരണം. എന്നിട്ട് പറയാം, ആൻജൈന ഈസ്
caused by coronary flow that is insufficient to meet oxygen demands of the myocardium. അതായത് അഞ്ചൈന വരാൻ ഈ ആൻജൈന പെക്ടോറിസ് എന്ന കണ്ടീഷൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണറി ഫ്ലോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ അളവ് കുറയുന്നത്. അതായത് മയോകാർഡിയത്തിൽ നിന്നാണ് ഈ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നത്. മയോകാർഡിയം എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നുള്ള ഓക്സിജന്റെ അളവ് കുറയുന്നത് വഴിയാണ് കൊറോണറി ഫ്ലോയ്ക്ക് ഒരു വേരിയേഷൻ വരും. അതാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് നിലകൊള്ളുന്നത്. അതായത് കൊറോണറി ഫ്ലോയ്ക്ക് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ ഡിമാൻഡ് വരും. അതാണ് കാരണം. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. Angina is caused by coronary flow that is insufficient to meet oxygen demands of the myocardium. Okay, അതായത് ആൻജൈനയ്ക്ക് കാരണമായിട്ടുള്ള ഒരു റീസൺ ആണ് പറയുന്നത്. ഓക്കെ, ഇത് വരാനുള്ള ഒരു റീസൺ ആണ് പറയുന്നത്. അതായത് കൊറോണറി ഫ്ലോ, ഈ കൊറോണറി ഫ്ലോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇൻസഫിഷ്യന്റ് ആകും. അതായത് മയോകാർഡിയത്തിൽ നിന്നുള്ള മയോകാർഡിയമാണ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഓക്സിജനെ കറക്റ്റ് ആയിട്ട് ഈ കൊറോണറി ഫ്ലോയ്ക്ക് കിട്ടത്തില്ല. മീൻസ് കൊറോണറിക്ക് ആവശ്യമായിട്ടുള്ള രക്തത്തിലോട്ട് ഈ ഓക്സിജന്റെ അളവ് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ ആൻജൈന പെക്ടോറിസ് എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഈ ഓക്സിജൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? മയോകാർഡിയം എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ്. ഈ മയോകാർഡിയം എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നുള്ള ഓക്സിജന്റെ അളവ് കൊറോണറി ഫ്ലോയ്ക്ക് കുറയും. ഓക്കെ, അല്ലെങ്കിൽ കിട്ടില്ല. അതുകൊണ്ടാണ് കൊറോണറി ഫ്ലോയ്ക്ക് വേരിയേഷൻ വരിക. ആ വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് ഈ ആൻജൈന പെക്ടോറിസ് ഉണ്ടാകുന്നത്. Is it clear? Okay. Okay, ഇത്രയാണ് ആൻജൈന പെക്ടോറിസിന്റെ പോയിന്റ്സ്. Then there are 3 types. Okay, ഇത് 3 തരത്തിലുണ്ട്. ഈ ആൻജൈന പെക്ടോറിസ് 3 തരത്തിലുണ്ട്. There are 3 types. Okay, in that first one, stable angina. Okay, ഒന്നുകൂടി പറയാം. There are 3 types. അതായത് ആൻജൈന പെക്ടോറിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ 3 തരത്തിലുണ്ട്. In that first one, stable angina. Okay, stable angina എന്താന്ന് നോക്കാം. Attacks are predictably provoked by exercise, emotion, etc. എന്നിട്ട് പറയാം, attacks are predictably provoked by exercise, emotion, etc. It lasts for several seconds. അതായത് ഇവിടെ ഉണ്ടാകുന്ന അറ്റാക്സ് മുന്നറിയിപ്പ് ഉള്ളതാണ്, predictable ആണ്. predictable എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പോട് കൂടി ഉള്ളതാണ്. provoked by exercise, emotion, etc. അതായത് ഇത് നമുക്ക് മുന്നറിയിപ്പ് നൽകും. അതായത് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് വഴി, മീൻസ് വ്യായാമം അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പണികളൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത് predictable ആണ്, മുന്നറിയിപ്പ് ഒരു സൂചനയും നൽകുന്നതാണ്. Then it lasts for several seconds. ഈ ഒരു ആൻജൈന പെക്ടോറിസ് ഈ ഒരു സ്റ്റേജ് എന്താ പറയാ, സെവറൽ സെക്കൻഡ്സിൽ മാത്രം നിലനിൽക്കുള്ളൂ. മീൻസ് കുറച്ച് സെക്കൻഡ് മാത്രം നിലകൊള്ളുന്നതായിരിക്കും. ഈ ഒരു അറ്റാക്ക് കുറച്ച് സമയത്തേക്ക് മാത്രം, കുറച്ച് സെക്കൻഡ് മാത്രം നിലകൊള്ളുന്നതായിരിക്കും. അല്ലെങ്കിൽ അത് നീണ്ടു നിൽക്കുന്നതായിരിക്കും. കുറച്ച് സെക്കൻഡിൽ മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കും. ഒന്നും കൂടി പറയാം. സ്റ്റേബിൾ ആൻജൈന ആണ് ഒന്നാമത്തെ ടൈപ്പ്. അറ്റാക്സ് ആർ predictably provoked by exercise and emotion. ഓക്കെ, അതായത് അറ്റാക്സ് മുന്നറിയിപ്പ് നൽകുന്നതാണ്, ഇതിനെ ഉത്തേജിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്കിന് കാരണമായിട്ടുള്ള ഒന്നെങ്കിൽ എന്താ പറയാ, എക്സസൈസ്, ഇമോഷൻ, ഇതെല്ലാമാണ് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, then it lasts for several seconds. ഇത് കുറച്ച് നേരത്തേക്ക് മാത്രം, കുറച്ച് സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കും. ക്ലിയർ ആയോ? Is it clear? Okay. Then second one, unstable angina. Second type, unstable angina. Okay, in that it is characterized by recurrent attacks of angina. It is characterized by recurrent attacks of angina. അതായത് അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കറന്റ് അറ്റാക്ക് ആണ്. റിക്കറന്റ് അറ്റാക്ക് ഓഫ് ആൻജൈന ആണ്. റിക്കറന്റ് എന്ന് പറഞ്ഞാൽ ഇടവിട്ടുണ്ടാകുന്ന അറ്റാക്ക്. ഓക്കെ, സ്റ്റേബിൾ ആൻജൈനയിൽ നമ്മൾ പറഞ്ഞു ഈ അറ്റാക്ക് സഡൻ ആയിട്ട്, മീൻസ് എന്താ പറയാ, predictable ആണ്, മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അതുകൂടാതെ തന്നെ അത് കുറച്ച് സെക്കൻഡ്സ് മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഈ അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കറന്റ് അറ്റാക്സ് ഓഫ് ആൻജൈന ആണ്. മീൻസ് ഇടവിട്ടുണ്ടാകുന്ന അറ്റാക്ക്. റിക്കറന്റ് എന്ന് പറഞ്ഞാൽ ഇടവിട്ടുണ്ടാകുന്നത്. ഓക്കെ, അതാണ് അൺസ്റ്റേബിൾ ആൻജൈന. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റിക്കറന്റ് അറ്റാക്സ് ഓഫ് ആൻജൈന. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? Okay, then third type, variant angina. Third type, variant angina. Okay, variant angina എന്താന്ന് നോക്കാം.
This is relatively uncommon pattern of myocardial ischemia, usually occurring at rest or during sleep and often in young individuals. Okay, variant angina എന്ന് പറഞ്ഞാൽ this is relatively uncommon pattern of myocardial ischemia. Myocardial ischemia എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഫ്ലോ ഹാർട്ട് മസിൽസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നതിനെയാണ് അല്ലെങ്കിൽ അതിന് തടസ്സം വരുന്നതിനെയാണ് മയോകാർഡിയൽ ഇസ്കീമിയ എന്ന് പറയുന്നത്. അതായത് മയോകാർഡിയൽ ഇസ്കീമിയയുടെ ഒരു അൺകോമൺ പാറ്റേൺ ആണ്. അൺകോമൺ എന്ന് പറഞ്ഞാൽ മീൻസ് കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല ഇത്. കോമൺ ആയിട്ടുള്ള ഒരു ഇതല്ല. ഓക്കെ, കണ്ടീഷൻ അല്ല. ദിസ് ഈസ് റിലേറ്റീവ്ലി അൺകോമൺ പാറ്റേൺ ഓഫ് മയോകാർഡിയൽ ഇസ്കീമിയ. അതായത് മയോകാർഡിയൽ ഇസ്കീമിയയുടെ ഒരു അൺകോമൺ പാറ്റേൺ ആണിത്. കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ല. ഓക്കെ, മയോകാർഡിയൽ ഇസ്കീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാർട്ട് മസിലിൽ നിന്നുള്ള ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നത്, എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നത് തന്നെയാണ് പറയുന്നത് മയോകാർഡിയൽ ഇസ്കീമിയ എന്ന്. മയോകാർഡിയൽ ഇസ്കീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയോകാർഡിയൽ ഹാർട്ട് മസിൽസ് ആണ്. ഈ ഹാർട്ട് മസിലിലെ അതായത് ഹാർട്ട് മസിൽസിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുക, തടസ്സം സംഭവിക്കുന്നതിനെയാണ് മയോകാർഡിയൽ ഇസ്കീമിയ എന്ന് പറയുന്നത്. ആ മയോകാർഡിയൽ ഇസ്കീമിയയുടെ ഒരു അൺകോമൺ പാറ്റേൺ ആണ് ഈ വേരിയന്റ് അൻജൈന. Then usually occurring at rest or during sleep. ഇത് ഈ രീതിയിലുള്ള അറ്റാക്ക് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആൻജൈന സംഭവിക്കുന്നത് റെസ്റ്റ് സ്റ്റേജിലായിരിക്കും. ഒന്നെങ്കിൽ റെസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഡ്യൂറിങ് സ്ലീപ്പ്, ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ റെസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്. കൂടുതലായിട്ട് യങ് ഇൻഡിവിജ്വൽസിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, മീൻസ് കൂടുതലായിട്ട് യൂത്തിലാണ് കാണപ്പെടുന്നത്. എന്നിട്ട് പറയാം വേരിയന്റ് ആൻജൈന. ദിസ് ഈസ് റിലേറ്റീവ്ലി അൺകോമൺ പാറ്റേൺ ഓഫ് മയോകാർഡിയൽ ഇസ്കീമിയ, യൂഷ്വലി ഒക്കറിംഗ് അറ്റ് റെസ്റ്റ് ഓർ ഡ്യൂറിങ് സ്ലീപ്പ് ആൻഡ് ഓഫോൺ ഇൻ യങ് ഇൻഡിവിജ്വൽസ്. അതായത് മയോകാർഡിയൽ ഇസ്കീമിയയുടെ ഒരു അൺകോമൺ പാറ്റേൺ ആണ്. അതുകൂടാതെ തന്നെ ഇത് ഈ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഇത് അനുഭവപ്പെടുന്നത് റെസ്റ്റ് സ്റ്റേജിലോ അല്ലെങ്കിൽ സ്ലീപ്പ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. യങ് ഇൻഡിവിജ്വൽ യൂത്തിലാണ് കാണപ്പെടുന്നത്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് ടൈപ്സ് വരുന്നത്. ഇനി നമുക്ക് ഡ്രഗ്സിനെ കുറിച്ച് നോക്കാം. ആന്റി ആൻജൈനൽ ഡ്രഗ് ക്ലാസിഫിക്കേഷൻ. ഹെഡിങ് കൊടുക്കാം, ആന്റി ആൻജൈനൽ ഡ്രഗ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം, ഞാൻ വായിച്ചു വിടാം. ഓക്കെ, 5 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ആന്റി ആൻജൈനൽ ഡ്രഗ് ക്ലാസിഫിക്കേഷൻ. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ നൈട്രേറ്റ്സ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നൈട്രേറ്റ്സ്. Okay, in that 3 types of drugs വരുന്നുണ്ട്. In that first one glyceryl trinitrate. അതായത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നൈട്രേറ്റ് ആണ്. നൈട്രേറ്റിൽ വരുന്ന ഡ്രഗ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ glyceryl trinitrate, സെക്കൻഡ് വൺ ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ്, then third one ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ്. ഒന്നുകൂടി പറയാം, ക്ലാസിഫിക്കേഷൻ ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ നൈട്രേറ്റ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ വരുന്ന 3 ഡ്രഗ്സ് ആണ് എക്സാമ്പിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. That first one glyceryl trinitrate, second one isosorbide dinitrate, then third one isosorbide mononitrate. Okay, ഇതിന്റെ സ്പെല്ലിംഗ് എല്ലാം നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. Then second classification beta blocker. Second classification beta blocker. Okay, in that first one atenolol, then propranolol, then metoprolol. അങ്ങനെ 3 ഡ്രഗ് ആണ് വരുന്നത്. atenolol, then propranolol, then metoprolol. അങ്ങനെ 3 ഡ്രഗ്സ് ആണ് ബീറ്റാ ബ്ലോക്കേഴ്സിൽ വരുന്ന. ഡ്രഗ്സിന്റെ നെയിംസ് വാട്സാപ്പിൽ നിന്ന് എഴുതാം. ഓക്കെ, then തേർഡ് ക്ലാസിഫിക്കേഷൻ കാൽസ്യം ചാനൽ ബ്ലോക്കർ. കാൽസ്യം ചാനൽ ബ്ലോക്കർ ആണ് തേർഡ് ക്ലാസിഫിക്കേഷൻ. ഇൻ ദാറ്റ് 2 ഡ്രഗ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ നിഫിഡിപ്പിൻ, സെക്കൻഡ് വൺ അംലോഡിപ്പിൻ. ഫസ്റ്റ് വൺ നിഫിഡിപ്പിൻ, സെക്കൻഡ് വൺ അംലോഡിപ്പിൻ. അങ്ങനെ 2 ഡ്രഗ്സ് ആണ് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സിൽ വരുന്നത്. Then ഫോർത്ത് ക്ലാസിഫിക്കേഷൻ പൊട്ടാസ്യം ചാനൽ ഓപ്പണർ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആണ്. പൊട്ടാസ്യം ചാനൽ ഓപ്പണർ, അതിലും ഒരു ഡ്രഗ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിക്കോറനാൻഡിൽ എന്ന് പറഞ്ഞ ഒരു ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ അതേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നതാണ്. അതേഴ്സ്, അതിലും 3 ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. ആസിപിരിന്, ഡൈപിരിഡമോൾ, ദെൻ ട്രൈമെറ്റാസിഡിൻ എന്നൊക്കെ പറഞ്ഞ 3 ഡ്രഗ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാം മെയിൻ ക്ലാസിഫിക്കേഷൻ ഡ്രഗ്സ് നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ആന്റി ആൻജൈനൽ ഡ്രഗ് ആണ് ക്ലാസിഫിക്കേഷൻ. ഇൻ ദാറ്റ് 5 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ നൈട്രേറ്റ്സ്, ദെൻ അതിൽ 3 ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ ബീറ്റാ ബ്ലോക്കേഴ്സ്, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബീറ്റാ ബ്ലോക്കേഴ്സ്, അതിനും ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ് മൂന്നാമത്തത്. ദെൻ ഫോർത്ത് വൺ പൊട്ടാസ്യം ചാനൽ ഓപ്പണർ,
then last others എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ 5 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ക്ലാസിഫിക്കേഷനുള്ള ഡ്രഗ്സ് നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. Is it clear? Clear ആയോ? Okay. Next side effects. Next heading side effects. Okay, in that first one dizziness. First one dizziness. Second one headache. Third one peripheral edema. Peripheral edema എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ edema in the legs and arms. കാലിലും കയ്യിലൊക്കെ ആംസ് കൈത്തണ്ടയിലൊക്കെ വരുന്നത്. ഓക്കെ, കാലിലും കൈത്തണ്ടയിലൊക്കെ വരുന്നത് edema in the arms and legs. ഇതാണ് peripheral edema എന്ന് പറഞ്ഞാൽ. Peripheral edema. Then last one flushing. Flushing എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നും ഫേസ് ഒക്കെ become red then hot ഒക്കെ ആവുന്നത്. ഓക്കെ, അതായത് എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫ്ലഷിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജ് വരും. അതായത് സ്കിന്ന് അല്ലെങ്കിൽ മുഖമൊക്കെ ചുമക്കുന്നത്, അതുപോലെ തന്നെ ചൂടാകുന്നത്, ഇമോഷൻസ് ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത് ഫ്ലഷിംഗ്. ഓക്കെ, അതായത് സ്കിന്ന് ഫേസ് ബിക്കം റെഡ് ഹോട്ട്. ഓക്കെ, റിസൾട്ട്സ് ഇൻ ഇമോഷൻസ്. അതായത് ഇമോഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്കിന്ന് അല്ലെങ്കിൽ ഫേസ് ഒക്കെ റെഡ് അതുപോലെ തന്നെ ചൂടാവുന്നത് ചുമക്കുന്നതൊക്കെയാണ് ഫ്ലഷിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്നിട്ട് പറയാം സൈഡ് എഫക്ട്സ്. ഫസ്റ്റ് വൺ ഡിസിനസ്, സെക്കൻഡ് വൺ ഹെഡ് ഏക്ക്, തേർഡ് വൺ പെരിഫറൽ എഡിമ, ലാസ്റ്റ് വൺ ഫ്ലഷിംഗ്. ക്ലിയർ ആയ സൈഡ് എഫക്ട്സ്? ഓക്കെ, നെക്സ്റ്റ് കോൺട്രാഇൻഡിക്കേഷൻസ്. Next one contraindications. Okay, in that first one severe asthmatics due to bronchoconstriction. Severe asthmatics due to bronchoconstriction. അതായത് ബ്രോങ്കോകൺസ്ട്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന സിവിയർ ആസ്മാറ്റിക്സിൽ, മീൻസ് ആസ്മ സ്റ്റേജിൽ, സിവിയർ ആയിട്ടുള്ള ആസ്മ സ്റ്റേജിൽ ബ്രോങ്കോകൺസ്ട്രിക്ഷൻ എന്ന ബ്രോങ്കസ് മീൻസ് ബ്രോങ്കസിൽ ഉണ്ടാകുന്ന കൺസ്ട്രിക്ഷൻ മീൻസ് ബ്രോങ്കസ് ചുരുങ്ങുന്നത് വഴി ഉണ്ടാകുന്ന ആസ്മയിലൊക്കെ ഈ ഡ്രഗ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. സിവിയർ ആയിട്ടുള്ള ആസ്മയിലൊക്കെ ഈ ഡ്രഗ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. രണ്ടാമത്തത് ഡയബറ്റിസ് മീൻസ് പ്രമേഹത്തിലും ഈ ഡ്രഗ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഒന്നുകൂടി പറയാം കോൺട്രാ ഇൻഡിക്കേഷൻ. ഫസ്റ്റ് വൺ സിവിയർ ആസ്മാറ്റിക്സ് ഡ്യൂ ടു ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ, അതായത് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന സിവിയർ ആയിട്ടുള്ള ആസ്മയ്ക്ക് ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റില്ല. രണ്ടാമത് ഡയബറ്റിസ് മീൻസ് പ്രമേഹം എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് ഹെഡിങ് മെക്കാനിസം ഓഫ് ആക്ഷൻ. Mechanism of action. In that these drugs act by increasing coronary blood flow and oxygen supply or by preventing vasospasm and clot formation and associated decrease in blood flow. Okay, mechanism under these drugs act by increasing coronary blood flow. അതായത് coronary blood flow കൂട്ടും. ഈ ഡ്രഗ് coronary blood flow കൂട്ടും. അതുകൂടാതെ തന്നെ ഓക്സിജൻ സപ്ലൈയും കൂട്ടും, ഓക്സിജന്റെ അളവും കൂട്ടും. അല്ലെങ്കിൽ by preventing vasospasm and clot formation. അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വാസോസ്പാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അതായത് ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന സ്പാസം, ഓക്കെ മീൻസ് കോച്ചിപ്പിടുന്ന അതെല്ലാം തടയും. അതുകൂടാതെ തന്നെ ക്ലോട്ട് ഫോർമേഷനെയും തടയും, മീൻസ് രക്തം കട്ട പിടിക്കുന്നതിന് അല്ലെങ്കിൽ രൂപം കൊള്ളുന്നതിനെയും തടയും. ആൻഡ് അസോസിയേറ്റഡ് ഡിക്രീസസ് ഇൻ ബ്ലഡ് ഫ്ലോ, അതുകൂടാതെ തന്നെ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യാണ്, കുറയ്ക്കുകയും ചെയ്യും. ഒന്നുകൂടി പറയാം മെക്കാനിസം. അതായത് ദിസ് ഡ്രഗ്സ് ആക്ട് ബൈ ഇൻക്രീസിങ് കൊറോണറി ബ്ലഡ് ഫ്ലോ. അതായത് ഈ ഡ്രഗ്സ് എന്ത് ചെയ്യാണ്, ഈ കൊറോണറി ബ്ലഡ് ഫ്ലോനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും, കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൂടെ തന്നെ ഓക്സിജൻ സപ്ലൈനെയും കൂട്ടും. അതുകൂടാതെ തന്നെ വാസോസ്പാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസിനെ ചുരുക്കുന്നത് മീൻസ് നാരോ ചെയ്യുന്നത് എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, അതുകൂടാതെ തന്നെ ക്ലോട്ട് ഫോർമേഷൻ, ആ ക്ലോട്ട് ഫോർമേഷനൊക്കെ രക്തം കട്ട പിടിക്കുന്നതിനൊക്കെ പ്രിവെന്റ് ചെയ്യും, അതിനെയും തടയും. അതുപോലെ തന്നെ വാസോസ്പാസത്തെയും തടയും. പിന്നെ ആൻഡ് അസോസിയേറ്റഡ് ഡിക്രീസസ് ഇൻ ബ്ലഡ് ഫ്ലോ, അതിന്റെ ഭാഗമായിട്ട് തന്നെ ബ്ലഡ് ഫ്ലോയും കുറയ്ക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് ആന്റി ആൻജൈനൽ ഡ്രഗ്സിൽ വരുന്നത്. ആന്റി ആൻജൈനൽ ഡ്രഗ്സിൽ ഇത്രയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കാം. Okay.
ഷംന ഷംന ഓക്കെ ആന്റി ആഞ്ചൈനൽ ഡ്രഗ്സ് ഡെഫിനിഷൻ പറ. ഓക്കെ ഷെമീന ആഞ്ചൈന പെക്ടോറിസ് പറ. ഉം. 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 ടക്കീപ്നിയ. ഓക്കെ. ഉം. 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 ഓക്കെ 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 മ്യൂട്ട് ചെയ്തോ. റിസാന ഓക്കെ ടൈപ്സ് പറ. ഫസ്റ്റത്തെ ടൈപ്പ് പറ. ഉം. ഓക്കെ ഒന്നാമത്തെ ടൈപ്പ് പറ. ഓക്കെ ഓക്കെ ഗുഡ്. നിഷാന അൺസ്റ്റേബിൾ ആൻസൈന എന്താ? ഉം. പേരന്റ് ആൻസൈന കൂടി പറ. ഉം. ഓക്കെ ഗുഡ്. സോന വാട്ട് ആർ ദ സൈഡ് എഫക്ട്സ്? ഫ്ലഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ. അതുല്യ എനിക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ പറ. ഓക്കെ ഗുഡ്. അനുജ വാട്ട് ആർ ദ കോൺട്രാ ഇൻഡിക്കേഷൻസ്? ഓക്കെ ഇത്രയാണ് ആന്റി ആഞ്ചൈനൽ ഡ്രഗ്സ്. ഓക്കെ നെക്സ്റ്റ് ഹെഡിങ് ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ്. നെക്സ്റ്റ് ഹെഡിങ് ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ്. ഓക്കെ നോക്കാം എന്താന്ന് നോക്കാം. ഡെഫിനിഷൻ ടെസ്റ്റ് നോക്കാം. ആന്റി ഹൈപ്പർടെൻസീവ്സ് ആർ എ ക്ലാസ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ഹൈപ്പർ ടെൻഷൻ. അതായത് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ്, ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഇത് ഹൈപ്പർ ടെൻഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആന്റി ഹൈപ്പർടെൻസീവ്സ് ആർ എ ക്ലാസ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ഹൈപ്പർ ടെൻഷൻ. അതായത് ആന്റി ഹൈപ്പർടെൻസീവ്സ് ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ്. ഇത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ താങ്ക് യു. നാളെ വരുമ്പോൾ പഠിച്ചിട്ട് വരാം.